അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ചമ്പത് റായിയുടെ മൊഴി പുറത്ത്. പ്രതികൾക്ക് ജോലി നൽകിയത് താൻ ഒറ്റയ്ക്കല്ലെന്നും ട്രസ്റ്റിന്റെ അറിവോടെയാണെന്നും മൊഴി. സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. അതിനിടെ കോൺഗ്രസ് സംഘം അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാനിരിക്കെ അജയ് റായിയെ വീട്ടുതടങ്കലിലാക്കി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, ഈ ട്രസ്റ്റിന്റെ കീഴിൽ സംഭാവന എണ്ണുന്നതിനാളെ എടുക്കുമ്പോൾ പോലീസ് വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം എന്നതടക്കമുള്ള ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു. അവരുടെ വസ്ത്രം എങ്ങനെയായിരിക്കണം, പോക്കറ്റുകളില്ലാത്ത വസ്ത്രമായിരിക്കണം, അങ്ങനെ ഒട്ടേറെ നിബന്ധനകൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ലംഘിച്ചാണ് ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ സ്വന്തം ആളുകളെ ഈ സംഭാവന എണ്ണുന്നിടത്ത് കയറ്റിയത്. അപ്പോൾ സ്വാഭാവികമായും അതെന്തിന് എന്ന ചോദ്യം വരും. ഇപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ബാങ്ക് അധികൃതർ സൂചന നൽകിയിരുന്നു എന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു, ഇവരും കൂടി ഉൾപ്പെട്ട തട്ടിപ്പ് എന്നതിലേക്കാണോ സൂചനകൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അടി മുതൽ മുടി വരെ എങ്ങനെ ആയിരിക്കണമെന്ന കൃത്യമായ മാർഗനിർദ്ദേശത്തോടു കൂടിയായിരുന്നു ആളുകളെ അവിടെ ജോലിക്കെടുത്തതും അതോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നതും. എന്നാൽ ഈ ഒരു വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകളും എല്ലാം ലംഘിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് അയോധ്യ രാമക്ഷേത്ര തട്ടിപ്പ് പുറത്തു വന്നതിലൂടെ വ്യക്തമായിട്ടുള്ളത്. അതായത് ഈ അനധികൃതമായിട്ടുള്ള ആശ്രിത നിയമനം അല്ലെങ്കിൽ ബന്ധു നിയമനം നടത്തിയത് താൻ ഒറ്റയ്ക്കല്ല എന്ന് ചമ്പത് റായ് ഇപ്പോൾ പോലീസിനോട് തുറന്ന് സമ്മതിക്കുകയാണ്. ട്രസ്റ്റിന്റെ അറിവോട് കൂടിയാണ് ഈ നിയമനം എന്ന് ചമ്പത് റായ് പറയുന്നു. 3 മണിക്കൂർ നേരം ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ട്രസ്റ്റിന്റെ ആകെ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം മാത്രമാണ് തനിക്കുണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു ചതി നടക്കുമെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നും ചമ്പത് റായ് എന്തായാലും ഇന്നലെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 150-ലേറെ പേരുടെ മൊഴിയെടുക്കാനാണ് ഇപ്പോൾ എന്തായാലും പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അനിൽ മിശ്ര, ഗോപാൽ റായ് എന്നിവർക്കും ഉടനെ നോട്ടീസ് നൽകുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെയുള്ള നിർണായകമായ ചോദ്യങ്ങളാണ് കോൺഗ്രസും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ ഒട്ടും സുതാര്യതയില്ല. പൊതുജനങ്ങളോട് ചോദിക്കാതെ, ഭക്തരോട് ചോദിക്കാതെ ഇത്തരത്തിലൊരു ട്രസ്റ്റ് രൂപീകരിക്കുക, ആ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക, അങ്ങനെ ദുരൂഹതകൾ ഏറെയുണ്ട് കോൺഗ്രസും ആരോപിക്കുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളുമെന്നത് തീർച്ചയാവുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളെ ഈ വിഷയത്തിൽ നിന്ന് പരമാവധി മാറ്റി നിർത്താനാണ് BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അയോധ്യ സന്ദർശിക്കാനിരുന്ന ഉത്തർപ്രദേശ് PCC അധ്യക്ഷനെ വീട്ടുതടങ്കലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും പോലീസ്. അദ്ദേഹം താമസിച്ചിരുന്ന അയോധ്യയിലെ ഹോട്ടലിലാണ് അദ്ദേഹത്തെ ഈ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു അറിവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭാര്യയായിട്ടുള്ള റീനയുടെ മൊഴിപ്രകാരം പോലീസ് PCC അധ്യക്ഷനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ കുടുംബത്തിനും ലഭ്യമായിട്ടില്ല എന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഉത്തർപ്രദേശിനകത്തും പുറത്തും വലിയ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.